ഹലോ എവ്രിവാൻ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിൻ്റെ കുറച്ച് ഇഷ്യൂസും അതേപോലെ തന്നെ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് സ്റ്റോറേജ് ഇഷ്യൂസും ഒക്കെ കാരണം മറ്റേ വീഡിയോ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ ഈ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ മാർച്ച് 28 എടുത്തിട്ടുണ്ടായിരുന്ന ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അന്ന് മോർണിംഗിക്ക് ഒറ്റപ്പാലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ അന്ന് ഞാൻ രാവിലെ നീച്ചപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. ദുമ്മച്ചിയുടെ കൂടെ നമ്മളെ തറവാടിൻ്റെ അവിടെ പോയിട്ട് അടക്ക പെറുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നതാണ്. ഞാനല്ല, മമ്മയാണ് കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ആഡ് ആക്കിയിട്ടുള്ള കുറച്ച് ക്ലിപ്സാണ്. രാവിലെ തന്നെ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ രാവിലെ കഴിക്കാറില്ല. തൽക്കാലം നമുക്ക് പഴം അഡ്ജസ്റ്റ് ആവും. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എനിക്കങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നീച്ചപാടെ എനിക്കങ്ങനെ കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു പഴരിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് നിന്നാണ്. അത് കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ വെച്ച് അടക്ക പെറുക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അതിങ്ങനെ നമ്മൾ വീടിൻ്റെ അവിടെ ഉണക്കാൻ വേണ്ടിയിട്ട് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഈ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ലോൺ ലേറ്റായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിപ്പോൾ ഒരു ഏപ്രിൽ 4th or 3rd വരെയുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഇൻഷാല്ലാ ഞാൻ കൺസിസ്റ്റൻ്റായി ലോങ് വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഈ സ്റ്റോറേജിൻ്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആവുന്നത്. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ മിന്നെടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതെന്താ വെച്ചെങ്കിൽ അവിടെ പപ്പായ ഇടാൻ വേണ്ടിയിട്ട്, പപ്പായ നമ്മൾ എടുക്കുമല്ലോ, അതിൻ്റെ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പിന്നെ കടയിൽ നിന്ന് എന്തോ ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിയപ്പോൾ അത് കഴിക്കുന്ന കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മമ്മയും ഇവരെല്ലാവരും കൂടെ പുറത്ത് സാധനങ്ങളൊന്നും വാങ്ങാൻ വേണ്ടി പോയതാണെന്ന് തോന്നുന്നത്. ഞാൻ ആ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ക്ലിപ്സും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയൂല. അപ്പോൾ അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആണിത്. ഈ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ സംഭവം പട്ടാമ്പി നേർച്ച നടക്കുന്ന ദിവസമായിരുന്നു. അതിൻ്റെ മോർണിംഗ് ഇക്കിൻ്റെ സ്കൂളിൽ ഫെയർവെല്ലിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് +2കാർക്ക് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഫെയർവെൽ പോലെ. അതിൻ്റെ ക്ലിപ്സോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരം വന്നിട്ട് പട്ടാമ്പി നേർച്ചയുടെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഞാൻ എടുക്കണേ. പട്ടാമ്പി നേർച്ച എന്ന് കാര്യമായിട്ട് പറയാനോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മളിങ്ങനെ പട്ടാമ്പി ടൗണൊക്കെ അങ്ങനൊന്നും ഈ ദിവസം പോയിട്ടില്ല. കുറേ നമ്മൾ പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഒരു വൈബോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഇത് കൂടെ ഇങ്ങനെ ഓരോ ടീമുകൾ പോകുമല്ലോ, അതൊക്കെ കാണുമ്പോൾ ചെറിയ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് രസിയാത്ത് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഇതും കൂടെ ആയിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ആകപ്പാടെ നല്ലോണം ടയേർഡായിട്ടായിരുന്നു. കാരണം ഒക്കെ ഫെയർവെല്ലിൻ്റെ ഡാൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഉച്ചക്കായിരുന്നു ഞാൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ക്ഷീണത്തിൽ വന്ന് കടന്നുറങ്ങിയിട്ട് പിന്നെ ഈ ബഹളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വീടിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളങ്ങനെ ടൗണൊക്കെ ഒന്നും പോയിട്ടില്ലാത്തതിനും കൊണ്ട് അവിടെ നിന്നുള്ള ക്ലിപ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അകപ്പാടെ തിരക്കും ബഹളവും ഒക്കെ ഇരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ചധികം നേരം തന്നെ പുറത്തുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലിരുന്നതിന് കാര്യമില്ലല്ലോ. അപ്പോൾ ഉമ്മച്ചിയും മിന്നും എല്ലാവരും കൂടെ പുറത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് നമ്മളൊരു സൺസെറ്റും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തന്നെയാണ് ഞാൻ കാര്യമായിട്ട് ആ ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന ക്ലിപ്സ്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ബാക്കി എടുക്കണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ലോങ് വീഡിയോസ് ഒരു ടൈമിൽ അത്യാവശ്യം നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡെയിലി സ്റ്റോറേജ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നതിനും കൊണ്ടാണ് ഇങ്ങനെ ഞാൻ പെട്ടത് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതേ ഒരു ഫ്ലോയിൽ പോയിരുന്നു. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഗ്യാപ്പ് എടുത്തിട്ടാണ് എഡിറ്റിങ്ങും എല്ലാ പരിപാടികളും ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലേക്ക് 3 ദിവസം എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഐ മീൻ +2 തന്നെ PA1 എക്സാമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല. മെയിൻ റീസൺ ഈ സ്റ്റോറേജിൻ്റെ ഇഷ്യൂ തന്നെയായിരുന്നു. പിന്നെ എടുത്ത വ്ളോഗ്സൊക്കെ ഇടാനുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ആയിട്ട് ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം രാവിലെ നല്ല ക്ലൗഡി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ക്ലൈമറ്റ് മൊത്തത്തിൽ. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ആവണേ. അങ്ങനെ ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പറയുക, ചപ്പാത്തി അതേപോലെ തന്നെ പനീറിൻ്റെ കറി ഉണ്ടായിരുന്നു. ഞാൻ അതും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒരു ഷോപ്പിൽ ഇവിടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് മിന്നുൻ്റെ ഒരു ഡ്രസ്സ് എന്താ പറയുക റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി റെഡി ആവുമായിരുന്നു. റെഡി ആവുകയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് റെഡി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചധികം നേരത്തിന് ശേഷം തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ആത്തിഫിന് കളിക്കാനൊക്കെ പോയി വന്നിട്ട് ചെറിയ പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കൈ ചെറുതായിട്ടൊന്നും ഒടിഞ്ഞിട്ടുണ്ട്. വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. അത് സംഭവം ഉണ്ടായിട്ട് 2-3 ദിവസമായിട്ടോ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ മാറ്റിയിട്ട് എന്താ പറയുക പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഇവിടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ആമയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഇങ്ങനെ കുറച്ചുകൂടെ ചെറുതാവുമ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒന്നൊറ്റക്ക് അതിന് വരൂല. പക്ഷെ ഇപ്പോൾ ആൾ കുറച്ച് വലുതായല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ വരാനും ഇല്ലാതെ വാങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഓളം കൂടെ നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചത് കംപ്ലീറ്റ് ആയില്ല. അതിന് ഉണ്ടായിട്ട് 2-3 ദിവസമായി. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കേട്ടോ. ഫസ്റ്റത്തെ 1-2 ദിവസം എനിക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കാര്യമായിട്ട് എന്താ വെച്ചെങ്കിൽ മിന്നു ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സ് നമ്മൾ ചെറുതായിട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോവാണ്. അതോളം കറക്റ്റ് സൈസല്ല. അപ്പോൾ അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നതാണ്. സംഭവം കുറച്ച് നേരം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അശ്മിയും കൂടെ പോയത്. പക്ഷേ അത്യാവശ്യം കുറേ നേരം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ അങ്ങനെ ട്രയൽ റൂമിൽ പോയിട്ട് നോക്കാൻ ഞാനും അശ്മിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അശ്മിയാണെന്നുണ്ടെങ്കിൽ അവിടെ മിററിലൊക്കെ നോക്കി എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. അവൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ വരുന്നതും എല്ലാത്തിനും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതിനും കൊണ്ട് ഓളെ കൂട്ടിയതാണ് കേട്ടോ. ഒന്നാമത് ഓളെ കൂട്ടിയ കാര്യമായി. കാരണം എന്താ വെച്ചെങ്കിൽ നല്ലോണം നമ്മൾ രണ്ടാളും പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൊണ്ട് തന്നെ നമ്മൾ രണ്ടാളും കൂടെ ഉള്ളതുകൊണ്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ നമ്മളവിടെ പോസ്റ്റ് ചെയ്യുന്നു. അതിന് കുറേ നേരം നമ്മൾ ട്രയൽ റൂമിലൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ ആമയും കൂടെ സൈഡായപ്പോൾ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഒരു കഫേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ കാര്യമായിട്ട് എന്താ പറയുക കഫേക്കൊക്കെ വരും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം നമ്മളിത് റിട്ടേൺ ചെയ്ത് അങ്ങനെ പോകാമെന്നാണല്ലോ വിചാരിച്ച്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങി എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. കറക്റ്റായിട്ട് ഓർമ്മയില്ല. നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ കുറേ ആയിട്ട് എടുത്ത് വെച്ച ക്ലിപ്സാണ്. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു ജ്യൂസും അതേപോലെ തന്നെ ആമിക്ക് മാംഗോ ജ്യൂസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 അവിൽ മിൽക്കും കൂടി ഇരുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് അങ്ങനെ കഴിക്കായിരുന്നു ചെയ്ത്. എനിക്ക് അവിൽ മിൽക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര പിക്കിയല്ല, പക്ഷേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര കാര്യമാണ് എനിക്ക്. അപ്പോൾ അവിൽ മിൽക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ആമിക്ക് കൊടുക്കുന്ന സീൻസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആമയും മമ്മിയും കൂടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മച്ചിക്ക് മിന്നൂന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പട്ടാമ്പിക്ക് പോന്നിട്ടുണ്ടായിരുന്നതാണ് സംഭവം. ഉമ്മച്ചിയുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചിയുടെ കൂടെയൊക്കെ ഇങ്ങനെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് നമ്മൾ പട്ടാമ്പിയിലുള്ള അലങ്കാരൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ മിന്നൂന് ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക ഇയറിങ്സും പിന്നെ അതേപോലെ തന്നെ ബാംഗിൾസും അങ്ങനെയൊക്കെ ഓരോന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഉൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗേൾസിൻ്റെ മിക്ക എല്ലാ സംഭവങ്ങളും ഈ ഒരു ഷോപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. ഐ മീൻ ജ്വല്ലറീസും കോസ്മെറ്റിക് ഐറ്റംസും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ എടുത്തിട്ട് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ ഏത് കടയിൽ കയറിയാലും ലിപ്സ്റ്റിക് ഷെയ്ഡ് നോക്കണത് ഒരു ഹോബിയാണല്ലോ. അങ്ങനെ 2 ഷെയ്ഡ് ഞാൻ എൻ്റെ കയ്യിൽ വരച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉൾക്ക് ഫുഡ് വെയറും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഇലക്ഷൻ്റെ ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. ഇത് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ എടുത്തിട്ടുണ്ടായിരുന്ന ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ ദിവസം നമ്മൾ തിരിച്ച് നമ്മളോട് തന്നെ പോകുന്ന ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഉച്ച
ഉച്ചയുടെ മുന്നേ കേപ്പൊക്കെ വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മച്ചിയുടെ കൈസഹായമായിട്ട് ഓരോ ഹെൽപ്പിനും കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉമ്മച്ചി നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരിയും അതേപോലെ തന്നെ മഷ്റൂമിൻ്റെ എന്തോ ഒരു കറി, ഐ മീൻ റോസ്റ്റ് പോലത്തെ എന്തോ ഒരു സംഭവം വെച്ച് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആസ് യൂഷ്വൽ മറന്നുപോയി. പിന്നെ ഉമ്മച്ചിയുടെ കൂടെ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഹെൽപ്പ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മച്ചിയുടെ റൂമും അതേപോലെ തന്നെ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന റൂമൊക്കെ അത്യാവശ്യം നല്ലോണം അലമ്പായിട്ടായിരുന്നു കിടക്കേണ്ടതിന്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അലമ്പാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സുകൾ എടുക്കുമ്പോൾ ബാക്കി ഇങ്ങനെ മെസ്സാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു അലമ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് മെസ്സിയാക്കി ഇടുന്നതല്ല. പിന്നെ ഉമ്മച്ചിയുടെ റൂമിൽ ഈ ഒരു കർട്ടൻ ഇങ്ങോട്ട് തുറന്നാൽ തന്നെ ആ റൂമിൻ്റെ ലുക്ക് ഇങ്ങോട്ട് മാറും. കാരണം സൺലൈറ്റ് മൊത്തം ഇങ്ങോട്ട് അടിച്ചിട്ട് ആ റൂം ആകപ്പാടെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കോജി ആയിട്ടുള്ളൊരു റൂമാണ് കേട്ടോ. അങ്ങനെ ആ റൂം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ ഇപ്പുറത്തെ റൂമും കൂടെ ക്ലീനാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ ക്ലീനിങ്ങും ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. ഇന്ന് ലഞ്ചിന് ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ തന്നെ ചോറും മാമ്പഴ പുളിശ്ശേരിയും പിന്നെ മഷ്റൂമിൻ്റെ ആ ഒരു കറിയും അതേപോലെ കോവക്കുപ്പേരിയും കൂടെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആതിഫാണെന്നുണ്ടെങ്കിൽ എനിക്ക് കളിക്കാനും ഒന്നിനും പറ്റില്ല, ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. എനിക്കിപ്പോൾ അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും വലിയ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. വലിയ കാര്യമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ആള് റെസ്റ്റിൽ തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ദിവസം മിന്നുവിന് ഡ്രസ്സ് റിട്ടേൺ ചെയ്യണം പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഡ്രസ്സ് വീണ്ടും ഓൾക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട്, ഐ മീൻ വേറെ ഏതോ ഒരു നല്ല ഡ്രസ്സ് അവിടെ കണ്ടപ്പോൾ അതിനെ എടുക്കാമെന്ന് അവള് പിന്നെയും ഫിക്സ് ആക്കിയിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും ഇന്നലെ പോയ അതേ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനവിടെ പോയിട്ട് കൂടുതൽ നിന്ന് തിരിയാതെ ആ ഡ്രസ്സ് തന്നെ എടുത്തോള് പോന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ഓൾക്കൊരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ സംഭവം ഉണ്ടല്ലോ, അതങ്ങോട്ട് എന്താ പറയുക സെറ്റായത്. അങ്ങനെ പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു സർവത്തും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് നമ്മളോടക്ക് വരാനുള്ള അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് ചോക്ലേറ്റ്സ് കിട്ടിയപ്പോൾ അങ്ങനെ ഞാൻ കഴിച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളോടക്ക് പോകുന്ന സീൻസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നിങ്ങനെ അമ്മച്ചിയോടുന്ന് തിരിച്ചു പോകുമ്പോഴും എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര വിഷമമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഇനി തിരിച്ച് നമ്മളോടൊക്കെ പോയി ഒന്ന് സെറ്റായി വരാൻ കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ ഇടയിൽ പോണ വഴിക്ക് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എന്തോ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ പോയി. ഇത് പിന്നെ നമ്മളവിടെ പോയതിൻ്റെ പിറ്റേ ദിവസത്തെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളാണ്. ഇതെന്താ വെച്ചെങ്കിൽ നമ്മൾ വർക്ക് ഏരിയയിൽ ഒരു കിളി വന്ന് പെട്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ മമ്മ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. ഇനി ഇവിടുത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എന്തായാലും വരും. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.